കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസു വരുമെന്നാണോ പ്രതീക്ഷിച്ചത്? അത് അവളും ഞാനും തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ, അതുകൊണ്ടാ. എന്ത് മുൻപരിചയം ഉണ്ടെന്നാ? വസുവിനോട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാല്ലേ? മറ്റുള്ളവരുടെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? ഞാൻ അവൾക്ക് അന്യനൊന്നുമല്ലല്ലോ. ഞാൻ അവളെ വന്ന് പെണ്ണ് കണ്ടതാണല്ലോ. അവളുടെ കല്യാണം കഴിഞ്ഞത് അത് മറക്കണ്ട. പക്ഷേ എന്റെ കല്യാണം ദൂരെ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കളയാൻ പറ്റും? ഇനി ഇത് ആവർത്തിച്ച നിന്നെ വെറുതെ വിടില്ല. ഒരു വാക്ക് ഞാൻ എന്റെ അനിയൻ അഭിയോട് പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന നിന്റെ ശവം മാത്രമായിരിക്കും. അങ്ങനെയാണോ? എന്നാ നീ ചെന്ന് പറയടി. എനിക്കും പറയാനുണ്ട്. അവൾ ഒരു വിധവയല്ലെന്നും വിവാഹമോചനം കഴിഞ്ഞ പെണ്ണാണെന്നും. അപ്പൊ എന്ത് സംഭവിക്കും? എന്റെ ശവം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവോ, അങ്ങനെയല്ലെങ്കിൽ വസു ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ? ദേ നോക്ക്, മറ്റൊരാളുടെ ഭാര്യ ആഗ്രഹിക്കുന്ന തെറ്റാ. സീതയെ ആഗ്രഹിച്ച രാവണനും ദ്രൗപദി ആഗ്രഹിച്ച കീചകനും എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാവുന്നതല്ലേ? അവസാനം ദേവേന്ദ്രൻ കൂടി അന്യന്റെ ഭാര്യ ആഗ്രഹിച്ച പാപത്തിന് ശിക്ഷ അനുഭവിച്ചു. പുരാണങ്ങളും പതിവ്രത കഥകളും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചെന്ന് ആദ്യം വസുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്ക്. ചിരിപ്പോരി നിന്നെ ഞാൻ അടിക്കും. അവൾ എന്റെ അനിയത്തിയാ. അവള് നിങ്ങളുടെ അനിയത്തിയാണോ? അത് കൂടുതൽ സൗകര്യമല്ലോ. ചേച്ചിയായ നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കാതിരിക്കില്ലല്ലോ. നീ ഒരു മനുഷ്യനാണോ? വസു ഒരു പാവോ, അനാഥയായിട്ട് ജനിച്ച് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചവളാ. ഒരുപാട് ആഗ്രഹത്തോടെ വിവാഹം കഴിച്ചപ്പോ കെട്ടിക്കൊണ്ടുപോയവൻ ഒരു മഹാദുഷ്ടനായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇപ്പോഴാ അവളൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയത്. ഈ വീട്ടിൽ വന്ന ശേഷവാ അവളൊന്ന് ചിരിക്കാൻ പഠിച്ചത്. അവളെ വിശ്വസിച്ച് ഒരു ചെറിയ കുഞ്ഞുണ്ട്. അവള് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന അവളുടെ അച്ഛനും അമ്മയുണ്ട്. ഇത്രയും ആൾക്കാരുടെ ആഗ്രഹത്തെ നശിപ്പിക്കാൻ പോവാണോ? വേണ്ട, അത് വേണ്ട. നിന്റെ മുന്നിൽ തൊഴുത് അപേക്ഷിക്കുവാ ഞാൻ. ഒന്ന് പോയിവിടുന്നു. നിങ്ങൾ എന്നോട് കെഞ്ചി പറഞ്ഞാലും എന്റെ കാല് പിടിച്ചാലും ശരി, വസുവിന് എനിക്ക് കിട്ടിയേ പറ്റും. എന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം ഞാൻ ഈ പരിസരത്തേക്കേ വരാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങളെ തൊട്ട് സത്യം ചെയ്യാം. നീ ശരിക്കും ഒരു മൃഗം തന്നെയാ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവളുടെ കുടുംബജീവിതം നന്നായിട്ട് ഇരിക്കാനായി വസു വാതിൽപ്പടി ഗൗരി വെറുതെ പൂജയെടുത്ത് നീ കടന്നു വന്ന ആ വാതിൽപ്പടിക്ക് മഞ്ഞൾ പൂശി അവള് പൂജ ചെയ്തതാ. ഗൗരി ദേവി ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കില്ല. വസുവിന്റെ വ്രതം മുടങ്ങിയാലും ഗൗരി ദേവിയുടെ അനുഗ്രഹം അവൾക്കുണ്ട്. ആ ദൈവം നിനക്കൊരു തീരുമാനം എടുക്കും. ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് നിന്റെ പാപത്തെ നിന്റെ രക്തം കൊണ്ട് തന്നെ കഴുകും. ഈ ഏരിയ മുഴുവൻ അന്വേഷിക്കേ. ഓക്കെ സർ. അനിയ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല സാർ. സാർ,
അന്വേഷിച്ചു. ആരും ഇയാളെ കണ്ടിട്ടില്ല. ഇന്നലെ വൈകിട്ട് അവനെ ഈ സ്ട്രീറ്റിൽ വെച്ചാ മിസ്സായത്. ഉറപ്പായും അവൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കാണും. ഓരോ വീടും സെർച്ച് ചെയ്യണം. താൻ അങ്ങോട്ട് പോയി നോക്ക്. ഹലോ, ഒരു മിനിറ്റ്. ഇയാളെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ സാർ. ശരി, പൊയ്ക്കോ. ഓക്കെ സാർ. എന്താ ഏട്ടാ അയാളെ വീട്ടിലേക്ക് അയക്കാൻ ഇത്ര ടെൻഷൻ കാണിക്കുന്നത്? അയ്യോ, എനിക്കല്ലടാ, നിന്റെ ചേച്ചിക്കാ ടെൻഷൻ. എങ്ങനെയാലും അവനെ പറഞ്ഞോടെന്ന് പറഞ്ഞിട്ട് എന്നെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക. വസുവേടത്തേക്കും ടെൻഷൻ ഉണ്ട് ഏട്ടാ. ഇങ്ങനെ ഒരു തെമ്മാടി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. പക്ഷെ അമ്മയും അഭിയേട്ടനും ഇതൊന്നും മനസ്സിലാക്കുന്നേ ഇല്ല. പോരാത്തതിന് ഇളയമ്മയും കാർത്തികയും സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുവാ. സോറി ഭവനെ, ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷേ എല്ലാം നീ കണ്ടതല്ലേ അമ്മ അഭി എന്താ പറഞ്ഞെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, അവൻ ഈ വീട്ടിലുണ്ടാകരുത്. അതെന്താ എടുത്തി? എന്താണെന്നോ അവൻ വസുവിനോട് എന്താ എടുത്തി? പിന്നെ അവൻ വസുവേടത്തിയോട് മോശമായിട്ട് പെരുമാറിയല്ലേ? അവിടെ നിക്കകിൽ. അവനെ ഒന്നും ചെയ്യണ്ട. എന്താ ഭാവന ഇത്? അവൻ വസുവിനോട് മോശമായിട്ട് പെരുമാറുമ്പോ എന്താന്ന് ചോദിക്കണ്ട. പിന്നെ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. എന്ത് ചെയ്താലും നമുക്ക് അപകടം. എന്താ ആപത്താ എടുത്തി? അതൊന്നുമില്ല, ഒന്നുമില്ല. ഭാവനെ, നീ ഞങ്ങളിൽ എന്തോ മറക്കുകയാണ്. എന്താ കാര്യം എന്ന് പറയേ. ഞാനൊന്നും ഒളിക്കുന്നില്ല ഏട്ടാ. അവൻ അത്ര ശരിയല്ല ഏട്ടാ. സത്യം പറയാ എടുത്തി. അവൻ കാരണം എന്താ ആപത്ത നമുക്ക്? അത് ഏട്ടന്റെ കാറടിച്ചല്ലേ അവന് ആക്സിഡന്റ് ആയത്. ഈ സമയത്ത് അവനെന്തെങ്കിലും പറഞ്ഞ് അവൻ പോലീസിൽ കേസ് കൊടുത്താ അതുകൊണ്ട് നമ്മൾ ചുമ്മാതിരിക്കുന്നാണോ? അവനെതിരെ നമ്മളും കേസ് കൊടുക്കും. വെറുതെ എന്തിനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട എല്ലാ പ്രശ്നവും തീരില്ലേ? പക്ഷെ അമ്മയും അഭിയേട്ടനും വേണ്ടെന്നല്ലേ എടുത്തി പറയുന്നേ? എങ്ങനെയെങ്കിലും അബിയെ അമ്മയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അവൻ ഈ വീട്ടിലുള്ളിടത്തോളം വസുവിന് ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറ ഭാവനെ, അവൻ വസുവിന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ എടുത്തി, കാര്യം എന്താന്ന് പറയേ. വസു എടുത്തിന് ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് പറയും. അത് സമയമാകുമ്പോ ഞാൻ പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്. അതുവരെ നിങ്ങൾ ഓഫീസിലും പോകാൻ പാടില്ല. സംതിങ് ഈസ് റോങ് അഖിൽ. നിന്റെ ചേച്ചി ഇങ്ങനെ ഭയപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമുണ്ട്. അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആപത്താണെന്നും പറയുന്നു. അവൻ കാരണം എന്താ ആപത്താ? വീട്ടിൽ ഇത്രയും പേരുള്ളപ്പോ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? നമ്മളിൽ നിന്ന് ഏട്ടത്തി എന്തൊക്കെ മറക്കുന്നുണ്ട്. സമയാകുമ്പോ അവള് തന്നെ പറയാന്നല്ലേ പറഞ്ഞേ. അവനെ എങ്ങനെ തുരത്താന്ന് ഇപ്പൊ ആലോചിക്കണ്ടേ. ഒന്നുകിൽ അമ്മയും ഏട്ടനും അറിയാതെ വേണം അവൻ ഇവിടുന്ന് പറഞ്ഞുവിടാൻ. അല്ലെങ്കിൽ അമ്മയും ഏട്ടനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവൻ ഇവിടുന്ന് പറഞ്ഞുവിടാൻ. ഏതാ ബെറ്റർ എന്ന് ആലോചിക്ക്. പ്രമോദേ, അഭി എടാ. അഭി, പ്രമോദ്, വാട്ട് എ സർപ്രൈസ്. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അതുപോട്ടെ, നീ എന്താ ഇവിടെ? നിനക്കെന്തറിയാനാ? ഈവൻസ് ഒക്കെ നടത്തി ഹാപ്പിയായി ജീവിക്കുന്നു. എന്റെ ജോലി എന്ന് പറഞ്ഞ ഈ കുറ്റവാളികളെയൊക്കെ പിടിക്കാനുള്ള വെറും ഓട്ടോ അല്ലേ.
അല്ല, ഈ സ്ട്രീറ്റില് ഏത് ക്രിമിനൽ അന്വേഷാവുന്നേ? ഒരു അക്യൂസിനെ ഞങ്ങൾ അന്വേഷിക്കാടാ. ഇന്നലെ ഈവനിങ് ഈ ഏരിയയിൽ വെച്ചാ മിസ്സായത്. അവൻ ഇനി ഇവിടെ ഉണ്ടാവോ? എപ്പോഴേ രക്ഷപ്പെട്ട് കാണും. എന്തായാലും ഞങ്ങൾക്ക് ശ്രമിക്കാത്ത വേറെ മാർഗമില്ലല്ലോ. ശരി ശരി, വാ നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. ഇല്ലടാ, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഡാ, നീ എന്റെ വീട് വരെ വന്നിരിക്കാ, കോഫി കുടിച്ചിട്ട് പോയാൽ മതി. വാടാ ഇങ്ങോട്ട്. അതല്ലടാ, ഞാൻ പറയുന്ന കേക്ക്. വാളി ഇങ്ങോട്ട്. വാ ഇരിക്കും. അങ്ങോട്ടിരിക്കും. അമ്മാ, ദേ ആരാ വന്നേ നോക്കിയേ. പ്രമോദ്, സുഖാണോ? സുഖായിരിക്കുന്നമ്മേ. അമ്മയ്ക്ക് സുഖാണോ? എന്താ മോനെ, ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണോ ഞങ്ങളെ കാണാൻ തോന്നിയേ? അവൻ നമ്മളെ കാണാൻ വന്നല്ല അമ്മേ. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഇങ്ങ് പൊക്കിക്കൊണ്ട് വന്നാ. ഇരിക്കും മോനെ. വസു, ഒരു കോഫി കൊണ്ടുവാ. അമ്മയ്ക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? കുഞ്ഞുനാളിൽ ലഡ്ഡു മോഷ്ടിച്ചതിന് അമ്മ ഇവനെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവരിന്ന് പോലീസായി കള്ളന്മാരെ ഓടിച്ചോണ്ടിരിക്കുക. ആ പിന്നെന്തുണ്ട് വിശേഷം? SI ആയിട്ട് തന്നെ തുടരുമോ, അതോ SP ആവാൻ ചാൻസ് ഉണ്ടോ? സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുവാടാ. എന്തിനാ പോലീസ് വന്നിരിക്കുന്നേ? ഒരുപക്ഷെ ഭാവനയും വസുവും ചേർന്ന് രഘുവിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? പോലീസിന്റെ കയ്യിൽ എങ്ങനെ ഇവന്റെ ഫോട്ടോ? ഇവര് കംപ്ലൈന്റ് കൊടുത്തതാണോ അതോ ഇവൻ നേരത്തെ എന്തെങ്കിലും കേസിൽ പെട്ടതാണോ? ആ ഇത് പ്രമോദ്. ഇതെന്റെ ഭാര്യ വസുന്ധര. നമസ്കാരമുണ്ട്. നമസ്കാരം സർ. കോഫി കുടിച്ചോളൂ. താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരു സോറി, നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എടാ ഇറ്റ്സ് ഓക്കെടാ, നിന്റെ ജോലി തിരക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി വരുമ്പോ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വാ പ്രമോദ്. ഉറപ്പായിട്ടും വരാമാ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഇറങ്ങോ? ഡാ, എന്റെ ജോലി നിനക്കൊരു തമാശയാണോ? കുടിക്കേ. SI എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്നുവെച്ചാ പോലീസ് ഇപ്പോഴും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഉള്ളത് അവരറിഞ്ഞു. നല്ല കോഫി ആട്ടോ. എന്നാ ഇറങ്ങട്ടെ അമ്മേ. ഓക്കെടാ, ബൈ. കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ലമ്മ, ഞാൻ ഡ്യൂട്ടിയിലാണ്. പിന്നൊരു ദിവസം വരാം. എല്ലാവരെയും കൊണ്ടുവരണം. ഉറപ്പായും വരാം. ഇന്ന് ഇറങ്ങട്ടെ. ഓക്കെടാ, ബൈ ബൈ. ആ പ്രമോദ, ഒരു മിനിറ്റ്.
എന്താ അബി? നീ ഒരു കുറ്റവാളിയുടെ കാര്യം പറഞ്ഞില്ലേ? അയാളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? എന്തിനാടാ? നിന്നെ വിളിച്ച് അറിയിക്കാനാ. ഈ ഏരിയയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിന്നെ വിളിച്ച് അറിയിക്കാലോ. അത് വേണ്ടടാ. എന്റെ തലവിധിയാണല്ലോ ഈ ജോലിയൊക്കെ. സന്തോഷായിരിക്കുന്ന നിനക്കെന്തിനാ തലവേദന? ഓൾറെഡി പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഈവനിങ്ങിന് മുന്നേ ഞങ്ങൾ അവനെ പിടിക്കും. ഓൾ ദ ബെസ്റ്റ്. എടാ തെമ്മാടി ചെക്ക, വാതിൽ തുറക്ക്. എടാ വാതിൽ തുറക്കടാ. തുറക്കാൻ പറഞ്ഞില്ലേ? ഡാ വാതിൽ തുറക്കാൻ. ഡാ ഒന്ന് തുറക്കടാ. ഞാൻ ആവശ്യമില്ലാതെ പെട്ടു എന്നാ തോന്നുന്നേ. മാനിന് വേണ്ടി വന്ന ഞാനിപ്പോ പുലിക്കൂട്ടിലായെന്നാ തോന്നുന്നേ. എന്താ ആന്റി വാതിൽ ഇങ്ങനെ തട്ടുന്നത്? അകത്തുള്ള വൃത്തികെട്ടവൻ ആരാന്നറിയോ? ആരാ? വലിയ ക്രിമിനലാ. ആന്റിക്ക് എങ്ങനെ അറിയാം? കുറച്ചു മുമ്പ് നമ്മുടെ വീട്ടിലൊരു SI വന്നില്ലേ? അയാൾ ആരാ? അയാള് നിന്റെ അഭിയേട്ടന്റെ കൂട്ടുകാരനാ. ആ SI ഇവന്റെ ഫോട്ടോയും കയ്യിൽ വെച്ചാ നടക്കുന്നേ. ഇവൻ എന്തോ വലിയ കുറ്റം ചെയ്തിട്ടുണ്ടാവും. ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസ് ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, അയാളെ പോലൊരു ക്രിമിനൽ നമുക്കെന്തിനാ? പറഞ്ഞു വിട്ടേക്ക്. അവന്റെ സത്യം മനസ്സിലാക്കിയിട്ട് അവനെ വിടാം. നീ ഒന്ന് അടങ്ങ്. ഡാ ഒന്ന് വേഗം കഥ തുറക്കടാ. തുറക്കടാ തെമ്മാടി. വൃത്തികെട്ടവനെ കഥ തുറക്കടാ. ഡാ തുറക്കടാ. ഡാ കഥക് തുറക്കാൻ. ഇതിനോടൊക്കെ നീ മാറ് 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 മാറ്. പ്ലീസ് ആന്റി. ഇപ്പൊ കണ്ടോ? അയ്യോ, നിനക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെയല്ല. ആർടാ നീ? ഞാൻ രഘുറാം. പേരാണെങ്കി ഭഗവാന്റെ പേരായിട്ടിരിക്കുന്നത്. ചെയ്ത്താണെങ്കി രാവണനെ പോലെ. അപ്പൊ പിന്നെ നിങ്ങള് വിധവയായിരുന്നിട്ട് സുമംഗലി എന്ന് പേര് വെച്ചിരിക്കുന്നതോ? എന്താടാ നീ എന്നോട് തർക്കിക്കുന്നോ? നീ എന്ത് കാര്യം ചെയ്തിട്ടാടാ വന്നിരിക്കുന്നേ? പോലീസുകാരെ നിന്നെ അന്വേഷിക്കാണല്ലോടാ. അത് പിന്നെ അത് പറയടാ പറയടാ. എന്തെങ്കിലും മോഷ്ടിച്ചോ അതോ കിഡ്നാപ്പ് ചെയ്തോ? നീ ആരെങ്കിലും കൊന്നോ? നീ എന്തൊക്കെയാടാ കാട്ടിയത്? പറയടാ പറയടാ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് എന്താന്നോ? നിന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടേക്കാ വന്നത്. ആ SIയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഈ നിമിഷം നീ പോലീസ് സ്റ്റേഷനിലായിരുന്നേനെ. മര്യാദയ്ക്ക് പറ, നീ എന്ത് കുറ്റാ ചെയ്തേ? അയാൾ എന്ത് ചെയ്താലും നമുക്കെന്താ? സത്യം എന്താന്ന് ചോദിക്കും. ഇവരെന്തായ നമുക്കെന്താ? സത്യം എന്താന്ന് പറയടാ. അത് നീ പറയുന്നോ അതോ പോലീസിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? അല്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. പറയടാ, സത്യം എന്താന്ന് പറ. നാളെ എന്തായാലും സത്യം പറയാം.
എന്താടാ നീ വീണ്ടും വീണ്ടും നാളെ എന്ന് പറയുന്നേ? ഇന്ന് രാത്രി ഞാനിവിടെ തങ്ങി നാളെ രാവിലെ സത്യം പറഞ്ഞിട്ട് പോയേക്കാം. രാത്രി ഇവിടെ തങ്ങിയിട്ട് എന്താടാ നിന്റെ ഉദ്ദേശം? നാളെ രാവിലെ സത്യം പറയാന്ന് പറഞ്ഞല്ലോ. അത് നിനക്ക് ഇപ്പൊ പറഞ്ഞൂടെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സത്യമെല്ലാം പറഞ്ഞാൽ പിന്നെ എന്നെ ആവശ്യമില്ലാന്ന് കരുതി നിങ്ങൾ എന്നെ പോലീസ് പിടിച്ചു കൊടുത്താലോ? ആ, നീ ക്രിമിനൽ ആണെങ്കിലും നല്ല ബുദ്ധി ഉണ്ടല്ലോടാ നിനക്ക്. സത്യം എന്തെന്ന് പറഞ്ഞിട്ടേ നാളെ പോകാം, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വേണ്ട വേണ്ട, ഞാൻ വാക്ക് മാറില്ല. സത്യം. ശരി, റെസ്റ്റ് എടുത്തോ. നീ വാടി, കിടന്നോ. നീ വാ. എന്താ ആന്റി ഇത്? ആ സത്യം എന്താണെന്ന് അറിയാതെ മെഗാ സീരിയൽ പോലെ നീട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിനെന്തോ വലിയ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു രാത്രി അവൻ ഇവിടെ തന്നെ നിക്കണമെന്ന് പറയുമ്പോ എന്തോ ഒരു പ്ലാൻ അവൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ആന്റി ചെയ്യാൻ പോകുന്നത്? എന്തോ ഡീലെന്ന് അവൻ പറഞ്ഞില്ലേ? ഡീൽ വീട്ടിനകത്താണോ പുറത്താണോ? അത് അടി എനിക്കും അറിയാത്തെ. ഇന്ന് രാത്രി അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ശരി ശരി, വാ. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി വസുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. പറഞ്ഞു കേൾപ്പിച്ചേ. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth, ha, ha, ha. Good. ശരി, അടുത്തത് പറഞ്ഞേ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. ഗുഡ് ഗേൾ. 2 തവണ ഇത് എഴുതണം, കേട്ടല്ലോ? എന്താ ഇത്? അതിനിടയ്ക്ക് കോട്ടുപോയ വന്നോ? എന്താ ഒരുമാതിരി ഇരിക്കുന്നെ? ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങണോ അമ്മേ? പറ്റില്ല, ഇനി ഒരു 1/2 മണിക്കൂർ കൂടി പഠിക്കേണ്ടി വരും. ഉറക്കം വരുമ്പോ എങ്ങനെയാ പഠിക്കുന്നേ? ഉറക്കം മാറ്റി വെച്ചിട്ട് പഠിക്കണം. അങ്ങനെ ചെയ്ത തലവേദനിക്കില്ലേ? പറ്റില്ല. 2 ദിവസത്തിനകം നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ പാസ്സായ മാത്രമേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂ. ഓർക്കുന്നില്ലേ?